AI ജനറേറ്റ് ചെയ്തിട്ടുള്ള തോണ്ടേക്കിൻ്റെ എക്സ്പെരിമെൻസിൻ്റെ ഇമേജസ് ആണ് ഈ കാണുന്നത്. തോണ്ടേക്കിൻ്റെ ഈ ഒരു തിയറി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും വേറെ ലെവലിൽ എത്താൻ പറ്റും. പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഫ്രാസ്ട്രക്ചറിനും മറ്റ് ഫെസിലിറ്റീസിനൊക്കെ കൊടുക്കുന്നതിൻ്റെ പകുതി അറ്റൻഷൻ എംപ്ലോയീസിന് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ വിചാരിച്ചത്ര പ്രോഗ്രസ് അവിടെ കാണാനും കഴിയില്ല. സ്ട്രാറ്റജി ഒന്ന് മാറ്റി പിടിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഗൂഗിൾ പ്ലെക്സിൻ്റെ ഒക്കെ വിജയം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അവിടെ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യാണ്. ഇവിടെ വിശപ്പുള്ള പൂച്ച ആവുന്നതിനോടൊപ്പം തന്നെ പസിൽ ബോക്സിൻ്റെ അപ്പുറത്ത് അവർക്കുള്ള മോട്ടിവേഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ക്രിയേറ്റീവ് സൈഡും തിങ്കിങ് കപ്പാസിറ്റിയൊക്കെ എപ്പോഴും ഉണർന്നു കിടക്കും. പക്ഷേ മോട്ടിവേഷൻ കുറവാണെങ്കിൽ വിശപ്പ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. കാര്യക്ഷമതയോടു കൂടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു തടസ്സം നേരിട്ടുകൊണ്ടേയിരിക്കും. തോണ്ടാക്ക് പൂച്ചയിലും റാറ്റിലൊക്കെ നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് മനുഷ്യരിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ ബിസിനസ്സിൽ സക്സസ് ആവാൻ പറ്റും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഹൈ ലെവലിൽ കൊണ്ടുവരാൻ പറ്റും. എംപ്ലോയീസിൻ്റെ സ്കിൽസും അവരുടെ എക്സ്പീരിയൻസും കൺസിഡർ ചെയ്യുന്ന തരത്തിലായിരിക്കണം അവർക്ക് കിട്ടുന്ന മോട്ടിവേഷൻ.